അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എനിക്ക് അതായത് എന്തൊക്കെ പറയും ദൈവമേ, എല്ലാം വിശേഷങ്ങളാണല്ലോ. മക്കളെ മക്കളെ കാറ് തുറന്നിട്ട് പുറകിലത്തെ ഡോറ് തുറക്കണം. സീറ്റിൻ്റെ പുറകിൽ അപ്പൻ്റെ സെൽഫി സ്റ്റിക്ക് കൊണ്ടെടുത്തുണ്ടോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ കിടക്കാൻ പോകാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് നമുക്കറിയാലോ, നമ്മൾ പട്ടിക്കുഞ്ഞിനെ കൊടുക്കുന്ന കാര്യമൊക്കെ പറയും. നമ്മൾ ഇന്ന് വരെ പട്ടിക്കുഞ്ഞിനെ പൈസയ്ക്ക് കൊടുത്തിട്ടില്ല. ഇന്ന് വരെ ഒരു പട്ടിക്കുഞ്ഞിനെ നമ്മൾ അങ്ങനെ പൈസയ്ക്ക് ഒന്നിനും കൊടുത്തിട്ടില്ല. ഇതിന് മുന്നേ ഒക്കെ നമുക്കിവിടെ ജർമ്മനൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ യൂട്യൂബിൻ്റെ മുന്നേ ഒക്കെ നമുക്ക് ജർമ്മനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും കുഞ്ഞുങ്ങളെ നമ്മൾ വെറുതെ കൊടുത്തിട്ടേ ഉള്ളേ. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇവിടെ കുറേ പട്ടികളുണ്ട്, ഒരുപാട് പേരുണ്ട്. നമ്മളെല്ലാം റോഡിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. 4-5 പേര് മാത്രമേ ഉള്ളൂ നമ്മളല്ലാണ്ട് കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്നതല്ല, നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചിട്ടില്ല പട്ടികളെ ഇതുവരെ. ഒക്കെ നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. പട്ടിക്കുഞ്ഞ് പ്രസവിച്ചതാണ്. ഇതേ പട്ടിക്കുഞ്ഞ് പ്രസവിച്ചതാണ്. അപ്പോൾ എന്താ വെച്ചാൽ, ഇതിങ്ങനെ പൈസയ്ക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥ പോലെ വന്നതുകൊണ്ടാണ്. നമ്മൾ ഇത്രയും പട്ടികൾക്ക് അറിയാമല്ലോ, ഒരു 40ഓളം പട്ടികളെ നമ്മൾ ഒരു ദിവസം ഫുഡ് കൊടുക്കണമെങ്കിൽ എത്ര ചിലവുണ്ടായിരിക്കണമെന്ന് ഓർക്കുക. അപ്പോൾ ഇത്തവണ നമ്മൾ നമ്മുടെ ജാനും കോക്കോയും പ്രസവിച്ചപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ വീഡിയോ ഇട്ടു, നമ്മൾ പൈസയ്ക്ക് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഒരു കുട്ടീനെ ഇങ്ങനെ വീഡിയോയിൽ എനിക്കിങ്ങനെ ഇൻസ്റ്റയിൽ വന്നുകൊണ്ടിരിക്കും, അതിൻ്റെ വീഡിയോസ് വരും. എനിക്ക് ആ കൊച്ചിനെ കണ്ടപ്പോൾ ഒരു ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് പോലെ ഫീൽ ചെയ്തു. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കുട്ടിയാണ്. നിങ്ങൾക്ക് നല്ല ഇപ്പം ഞാൻ കുറച്ചായിട്ട് വീഡിയോ ചെയ്യുന്നു, പക്ഷേ അവരെനിക്ക് തോന്നി അടുത്ത സമയത്ത് എന്തോ തുടങ്ങി നമ്മളെക്കാട്ടി കൂടുതൽ ആൾക്കാർ അറിയുന്നത് ഇപ്പോൾ ചിലപ്പോൾ അവളെ ആയിരിക്കാം. അപ്പോൾ ആ കുഞ്ഞിന് ഒരു പട്ടിക്കുഞ്ഞിനെ കൊടുക്കണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ചാനൽ ചെയ്യുന്നത് ആ കുട്ടീൻ്റെ റിലേറ്റീവ് മാമനാണ്. അപ്പോൾ മാമന് ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ മെസ്സേജ് അയച്ചിട്ട് 2 ആഴ്ചയോളമായി, എന്നിട്ട് ഒന്നും ഒരു റിപ്ലൈ ഇല്ല. അപ്പം ഞാൻ ഇത് പട്ടിക്കുഞ്ഞിന് വേണ്ടി എല്ലാവരും ചോദിക്കുന്നുമുണ്ട്, ഇതിന് ഇവരുടെ റിപ്ലൈ വരുന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ ഇരുന്നിട്ട് ഇന്ന് ഞാൻ ആ ചാനൽ എടുത്ത് നോക്കിയപ്പോൾ ആ കുട്ടീൻ്റെ ഒരു പൂച്ചേനെ കാണാണ്ട് പോയിട്ട് അത് വിഷമിച്ചൊരു വീഡിയോയുടെ താഴെ പോയി ഞാൻ കമൻറ്റ് ഇട്ടു, ഒന്ന് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് നോക്കുമോ എന്നുള്ളത്. അങ്ങനെ നോക്കിയിട്ട് അതിൻ്റെ മാമൻ മെസ്സേജ് അയച്ചു. മാമൻ മെസ്സേജ് അയച്ചിട്ട് നമ്മൾ പട്ടിക്കുഞ്ഞിനെ എപ്പോൾ കൊണ്ടുവരാമെന്നുള്ളൊരു കൺഫ്യൂഷനല്ല. കാരണം എനിക്കിപ്പോൾ 2 ദിവസം വയനാട് ക്യാമ്പുണ്ട്. നാളെയും മറ്റന്നാളും അതിൻ്റെ പിറ്റേന്നുമായിട്ട് ഞാനേ, കണ്ണൂരമ്മു, സൈന, അങ്ങനെ കുറച്ച് പേര്. പെട്ടെന്ന് 2 ദിവസം മുന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. അമ്മക്ക് ഒരു മാസം മുന്നേ ബുക്ക് ചെയ്തൊരു ക്യാമ്പാണ്, ജസ്റ്റ് സ്ത്രീകൾക്കുള്ള ഒരു ക്യാമ്പ്. അതിന് പോകാൻ വേണ്ടിയിട്ട് കുഞ്ഞാവ എന്നെ എറണാകുളത്ത് നാളെ കൊണ്ടുവിടാനിരുന്നതാണ്. എറണാകുളത്തുനിന്ന് ഞാനും അമ്മും ട്രെയിനിന് പോന്നു, വഴിയിൽ നിന്ന് സൈനയും കൂട്ടുന്നു, അങ്ങനെ പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അപ്പം പട്ടിക്കുഞ്ഞിനെ ഇപ്പോൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാനിപ്പോൾ ബസ്സിന് ക്യാമ്പിൽ ട്രെയിനിൽ പോവാണെന്ന് വെച്ചാൽ കൊടുക്കാൻ പറ്റില്ല. ക്യാമ്പ് കഴിഞ്ഞ് വന്നാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരത്തില്ല. എറണാകുളത്ത് ഒരു ദിവസം നിന്നിട്ട് അതിൻ്റെ പിറ്റേന്ന് എനിക്ക് കാശ്മീർ ട്രിപ്പുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ മലേഷ്യൻ ട്രിപ്പുണ്ട്. അപ്പോൾ ഒരു നീണ്ട ഒരു ഗ്യാപ്പ് വരും. അപ്പോൾ എനിക്ക് ഈ എക്സൈറ്റ്മെൻറ്റും എനിക്ക് അറിഞ്ഞുകൂടാ അവർക്ക് പട്ടിക്കുഞ്ഞിനെ ഇഷ്ടപ്പെടുമോ, കൊച്ചിൻ്റെ മുഖത്ത് എന്തായിരിക്കും സന്തോഷമാണോ എന്താണ് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അപ്പോൾ ഞാൻ പറഞ്ഞു, കുഞ്ഞാ നമുക്ക് പോവാം, നമുക്ക് പട്ടിക്കുഞ്ഞിനെ ഇന്ന് തന്നെ കൊണ്ടുപോകാം. ജാനുവിന് നല്ല വിഷമമായിരിക്കും. എന്തായാലും നമുക്ക് പട്ടിക്കുഞ്ഞുങ്ങളെ ഇനി നമുക്ക് നിർത്തി ഇവർക്ക് ഫുഡും കാര്യം കൊടുക്കാൻ, പുതിയ കുഞ്ഞുങ്ങളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടു കൊടുക്കാം പൂച്ചക്കുട്ടി. അപ്പോൾ അവിടെ ഒരു പൂച്ചയുണ്ട്. ഷിറ്റ്സ് കുഞ്ഞുങ്ങളാകുമ്പോൾ പൂച്ചയായിട്ടൊക്കെ ഇണങ്ങും, പക്ഷെ പൂച്ച തിരിച്ചിണങ്ങും നടത്തില്ല, നല്ല അടി കിട്ടുമായിരിക്കും. അപ്പോൾ എനിക്കൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മുടെ ആ ജാനുവിൻ്റെ കുട്ടിയില്ലേ, ബ്രൗൺ കളറുള്ള, അത് നമ്മളെ കണ്ണൂർ അമ്മൂന് വേണമെന്നും പറഞ്ഞിരിക്കുക. അവളാണല്ലോ നമുക്ക് ജാനുവിനെയും കോപ്പനെയും ഉമ്മച്ചനെയും 3 പേരെ വെറുതെ അവൾ തന്നതല്ലേ, സ്നേഹം കൊണ്ട് തന്നതല്ലേ, വെറുതെ അല്ല, സ്നേഹം കൊണ്ട് തന്നതല്ലേ. ഞാൻ പാക്ക് ചെയ്ത് വെച്ച പെട്ടിയുടെ പുറത്ത് എൻ്റെ പൊന്നുമോൻ കിടക്കുന്നത്. ഇപ്പം മാമൻ പാക്ക് ചെയ്ത് തന്ന അപ്പൊക്കെ. അപ്പോൾ അമ്മൂന് ബ്രൗൺ കളറിലെ ഒരെണ്ണത്തിനെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ജാനുവിൻ്റെ കൊച്ചിനെ മാറ്റി വെച്ചായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ വന്നത് ജാനുവിൻ്റെ കൊച്ചിനായിരുന്നു. അപ്പോൾ ഞാൻ അമ്മൂനെ വിളിച്ചു പറഞ്ഞു, അമ്മൂര് കാര്യം ചെയ്യാം, നമുക്ക് അതിനെ കൊടുക്കാം, ബ്ലാക്ക് കുട്ടീനെ കൊടുക്കുന്നതിനെക്കാട്ടി എനിക്ക് ജാനുവിൻ്റെ കുട്ടീനെ കൊടുക്കണമെന്നാണ്. കാരണം എനിക്കപ്പോൾ എപ്പോഴും വീഡിയോസിൽ അവളെ കാണാമല്ലോ, ഇവർ വീഡിയോ ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഈ പട്ടിക്കുഞ്ഞ് ഉണ്ടാവുമല്ലോ, അപ്പോൾ എനിക്ക് എപ്പോഴും കാണാൻ പറ്റും. അപ്പോൾ അമ്മ പറഞ്ഞു, ഇന്ന കുട്ടിക്കാണെങ്കിൽ ഇന്ന ആൾക്കാണെങ്കിൽ ചേച്ചി കൊടുത്തോ, സാരമില്ല, എനിക്ക് വേണ്ട, അടുത്ത തവണ ആകുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും നോക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ മിന്നായം പോലെ പാഞ്ഞു പോയ അണ്ണാണി കേട്ടു ഞങ്ങൾ എവിടെയോ പോകുന്നു എന്ന്. അപ്പം തന്നെ ചോദിച്ചു, ഞാനും വരട്ടെ. അത് കേട്ടതറിഞ്ഞ തണ്ടി ചെറുത്. അപ്പോൾ ഞാനും വരാം അപ്പോൾ ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കാശ്മീർ വരാം. ഞാനിപ്പോൾ കാശ്മീർ പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമോ രാത്രി. എൻ്റെ കൂടെ കാശ്മീർ വരാം. അതെ, കയ്യിലൊന്ന് കാണിച്ചു കൊടുത്തേ എന്ത് വന്ന്. ഫ്ലാസ്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, കാശ്മീർ പോകാൻ വെച്ച്. എൻ്റെ മക്കളെ പറ്റുന്ന പണി ചെയ്താൽ പോരെ നീ. അപ്പോൾ സാധനം എല്ലാം പെറുക്കി എടുത്തിട്ട് ജാനും കൊച്ചും ഉറക്കട്ടെ. തൽക്കാലം അമ്മ രാവിലെ ജാനുവിന് കൊക്കോടെ 2 കൊച്ചുങ്ങളെയൊക്കെ കൊടുക്കും. പക്ഷെ അത് ഭയങ്കര വിഷമം. എന്തൊക്കെ പറഞ്ഞാലും അമ്മയിൽ നിന്ന് കുഞ്ഞിനെ പിരിക്കുക എന്നുള്ളത് വളരെ വിഷമമാണ്. എങ്കിൽ പോലും നമുക്ക് ഈ മക്കളെ എല്ലാവരും കൂടെ ഇവിടെ വളർത്താൻ പറ്റത്തില്ല, നമുക്കതിനുള്ളൊരു സാഹചര്യം ഇനിയില്ല. അതുകൊണ്ട് എന്തായാലും കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ജാനുവിൻ്റെ കുട്ടീനെ ഈ കുട്ടിക്ക് കൊണ്ട് കൊടുത്തിട്ട്
അതിൻ്റെ സന്തോഷം നമുക്ക് കാണാം കേട്ടോ. അപ്പം നമ്മൾ അപ്പൊ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ കഴിക്കുകയും ചെയ്യാം. നമ്മൾ ഇവളെയാണ് കൊടുക്കുന്നത്. എൻ്റെ ജാനുവിൻ്റെ മോളാണ്, പാവൻ ജാനു. ഞാൻ ജാനു കാണാണ്ട് എടുത്തത്, പക്ഷെ അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, അറിയത്തില്ല. സമയം കണ്ട 1 മണി. ഇതേ ഒരെണ്ണം, ഇതേ ഒരെണ്ണം. മാമനും മോനും ഉറങ്ങുന്നു, അണ്ണാണി കാവലിരിക്കുന്നു. തെറ്റി പിടിക്കും, ഞാൻ ഓടിക്കുന്നു. അതെ, ഞാൻ വണ്ടി ഓടിക്കുന്നു. കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഞാൻ ഓടിക്കുന്നു, 1 മണിക്കൂറായിട്ട് കുഞ്ഞാവ് ഉറങ്ങുന്നു. പെട്രോൾ അടിക്കാൻ കയറിയതാണ് നമ്മൾ. ഫുൾ ടാങ്ക്. അങ്ങനെ ഞങ്ങൾ മൂവാറ്റുപുഴയൊക്കെ കഴിഞ്ഞു. ഞാനും അണ്ണാണിയും കൂടെ ഒരു ചായ കുടിച്ചു. ഇവിടെ 2 പിള്ളേർ കിടന്ന് നല്ല ഉറക്കമാണ്, കാണിച്ചു തരാം. അപ്പം ഞാൻ ഉറങ്ങാണ്ട് ഏതായാലും 3 മണിക്കൂറോളം വണ്ടി ഓടിച്ചു. ഇപ്പോൾ സമയം കറക്റ്റ് 3 മണി. 3 മണിയായി. ഇനി എനിക്കവിടെ 2-3 മണിക്കൂറോളം ഞാൻ ഓടിക്കുമായിരിക്കും. കുറേ നാൾ കൂടി വണ്ടി ഓടിക്കുന്നതല്ലേ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയിട്ട് ഒരു ചായയും കൂടെ കുടിക്കുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ഫ്രഷ് ആവും. അങ്ങനെ നേരെ വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. സമയം കാണിച്ചോണ്ടാണ് 6 മണി കഴിഞ്ഞ് 8 മിനിറ്റ് കൂടെ ആയി. കണ്ടിന്യൂസ് വണ്ടി ഓടിക്കലാണ്. നമ്മൾ കോഴിക്കോടിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിക്ക് പെട്രോൾ അടിച്ചില്ല, തീത്ര തള്ളു കാരണം വണ്ടി പറന്നു വരുന്നുണ്ട്. 4 വഴി പറഞ്ഞു തന്നെ എൻ്റെ അഹങ്കാരാണ്. അവർ 2 മാമനും മോനും നല്ല ഉറപ്പം കേട്ടോ. ഒരു ഡയറക്ഷൻ ഒന്ന് മാറിക്കിടന്നു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടി നേരത്തെ ഞങ്ങൾ എത്തും. അപ്പോൾ വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയി കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പിന്നെ പട്ടിക്കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങാൻ. കാരണം അവിടുത്തെ അമ്മേനെ കൊണ്ടൊക്കെ അവർ ഹോസ്പിറ്റലിൽ എന്തോ പോകുന്ന കേസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് തീരുമാനിച്ചല്ലേ. അപ്പോൾ അവരുടെ തിരക്കൊക്കെ കഴിഞ്ഞ് നമുക്ക് എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് പട്ടിക്കുഞ്ഞിനെയൊക്കെ ഒന്ന് നിർമ്മലാമേനെ ഉഷാമേനെയൊക്കെ ഒന്ന് കാണിക്കാം. എന്നിട്ട് നമുക്ക് കാര്യം ചെയ്യാം. ഇൻചാർജ് കയറിയിട്ടുണ്ട്. ഹലോ കിഡു. ഹൗ ആർ യു? എന്താണ് വിശേഷം? പല്ല് തേക്കണ്ടേ? നമുക്ക് പല്ല് തേക്കണ്ടേ? ഈ പട്ടിക്കുഞ്ഞിനെ ഞാൻ കൊടുത്തിട്ട് വന്നാലോ? ഈ കുഞ്ഞിനെ കൊടുത്തേക്കട്ടെ? നിന്നെ കൊടുക്കാം. പൂമ്പാറ്റ നക്കുന്നില്ല മാമ, എന്നെ നക്കിയായിരുന്നു ഒരു ദിവസം കൈ നോക്കി. കിടന്ന് കളി മാറി മോനെ. എടുക്കല്ലേ. പിടിച്ചായിട്ട് അങ്ങനെ പല്ലൊക്കെ തേച്ച് ശുണ്ടർന്നായി. താത്തു മോനെ ഉറങ്ങിക്കോട്ടോ. അങ്ങനെ ഞങ്ങൾ ചുരം എത്തി. കാടമുട്ട കഴിക്കാൻ വന്ന മുട്ട. ഇവിടെ പോവാ? ചേച്ചി പെണ്ണിൻ്റെ അടുത്ത് പോവാണോ? ആണോ? ഇവിടെ പുതിയ അമ്മേനെയും ചേച്ചീനെയും ഒക്കെ കിട്ടുമല്ലോ, മാമനെയൊക്കെ. പുതിയ മാമൻ, പുതിയ ചേച്ചി, പുതിയ അമ്മുമ്മ, എല്ലാവരെയും കിട്ടും. നമ്മളൊക്കെ കണ്ടാൽ പിന്നെ ഓർക്കുവോ? ഓർക്കാന്ന്. അപ്പൊക്ക് ഉറങ്ങാൻ തല മസാജ് ചെയ്യുന്നത്. കപ്പയുടെ തലവരെ സൗണ്ട് കുറച്ച്. പേന ഓടിപ്പോന്നുണ്ടോ? ഓടിച്ചിട്ട് പിടിക്കേ. ആണോ? വെരട്ടി നോക്കി, ചിലപ്പോ കേക്കും. ആകാശവാണി അവരിന്ന് കൊടുക്കുന്ന ഒരു പേരിടും. എല്ലാം കൂടെ ഓടി അമ്മയുടെ പുറകെ ചെല്ലും. ഡാൻസ് കളിക്ക്. ദുഷ്യമ്മ തിരുവാതിര പഠിച്ചിട്ടുണ്ട്, എന്നാലേ കളിക്കൂ. അങ്ങനെ ഞങ്ങള് കണ്ണാപ്പിയുടെ അടുത്തെത്തി.
കുളിയൊക്കെ കഴിഞ്ഞ് ഒക്കെ സെറ്റായി. എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇവർ കുളിച്ച് റെഡിയായിട്ട് നമ്മൾ ഇറങ്ങും. അപ്പോൾ അവർക്കൊരു ഹോസ്പിറ്റലിലൊക്കെ പോകണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തുന്നത്. കാരണം ഇന്നലെയല്ലേ പോക്കും വരവൊക്കെ തീരുമാനിച്ചേ. അപ്പോൾ നമ്മളിത് ആർക്കാണോ കൊടുക്കുന്നത് ആ കക്ഷിക്ക് അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. അറിയത്തില്ലായിരിക്കാം. കൊച്ചുകൊണ്ടിരിക്കുന്നു. കിടു കുളിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ കിടുവിൻ്റെ സ്വഭാവം പറയാൻ പറഞ്ഞ് അവൻ വരുന്നില്ല പട്ടിക്കുഞ്ഞിനെ കൊടുക്കാൻ. അവന് ഉഷമ്മയുടെ എടുത്തിരുന്നോളാം. അവന് ഉഷമ്മ കിട്ടിയ പിന്നെ വേറെ ആരും വേണ്ടല്ലോ. അങ്ങനെ പറ്റിച്ചെന്തേലും പറഞ്ഞു വേണം കിടുവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. കുഞ്ഞിനെ കൊടുക്കുന്ന സമയം ഇപ്പോൾ അതിൻ്റെ കിടപ്പ് നോക്കിയേ. കാലും ഒക്കെ വെച്ച് കിടക്കുക. ആടോ ആടോ നമ്മുടെ പൊന്നെ ഇവിടെ നോക്കിക്ക്, ഇവിടെ നോക്കിക്ക്. എൻ്റെ ജാനുവമ്മ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരട്ടെ. നിൻ്റെ ജാനുവമ്മേനെ ഒരാൾ ഉറങ്ങുന്ന സ്റ്റൈല് കാണിച്ചു തരട്ടെ. ഇന്ന് അടുക്കത്തത് വാലാട്ടോ. കാല് വെച്ചേക്ക് നോക്കി. അതിന് വാലേതാ കാലേതാന്ന് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. കാല് രണ്ടും വെച്ചേക്ക് നോക്കി ഉറങ്ങുന്നതിൻ്റെ സ്റ്റൈല്. തല മസാജ് ചെയ്ത് കൊടുത്ത ഉറങ്ങിപ്പോയി. ബേബി ഷൂട്ടാ, ബേബി ഷൂട്ട്. ഇച്ചിരി കുഞ്ഞി അവിടെ കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ. അപ്പം നമ്മൾ എല്ലാവരും കൂടെ നമ്മൾ പട്ടിക്കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് സുലോമയുടെ കുട്ടും നമ്മുടെ ജാനുവിൻ്റെ കുട്ടീനെ മറ്റൊരു കുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് ആളെ മനസ്സിലാവും. ഏകദേശം തമ്മനയിൽ നിന്ന് കണ്ട ആൾ തന്നെ. അതായത് ആരാന്ന് ഞാനങ്ങ് പറയാം. നമ്മുടെ അതെ, ഒരു അമ്മൂസ് ഉണ്ട്. ഒരു അമ്മൂസ് ഷിബിൻ വയനാട്ടുകാരൻ, നിങ്ങൾക്ക് നന്നായിട്ട് അറിയായിരിക്കാം. ആ കൃഷിൻ്റെ അനന്തരവള്. അതായത് ഷിബിൻ അമ്മൂസിൻ്റെ മാമനാണ്. അമ്മൂസിനെ ഞാൻ കുറേ ആയിട്ട് വീഡിയോയിൽ കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഞാനും കോക്കോയും ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഒരു കുഞ്ഞിനെ കൊടുക്കണമെന്ന്. പക്ഷേ ആളെ കോൺടാക്ട് ചെയ്തിട്ട് എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടിയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ വീഡിയോയിൽ കമൻറ്റ് ഇട്ടപ്പോഴാണ് എനിക്കൊരു റിപ്ലൈ കിട്ടുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം പറയുമ്പോൾ ഇന്നലെ കമൻറ്റിന് റിപ്ലൈ കിട്ടി, ഇന്ന് പട്ടിക്കുഞ്ഞിനെ കൊണ്ടുവന്നു. കാരണം ഈ നാളെയും മറ്റന്നാളും ഒന്നും ഇനി അങ്ങോട്ട് ഒരു 1-2 ആഴ്ചത്തേക്ക് എനിക്ക് സമയം ഒട്ടും കിട്ടൂല. എല്ലാ അമ്മമാരുമായിട്ട് ഞാനിങ്ങനെ ലോക്കായി കിടക്കുകയാണ്, എല്ലാ അമ്മമാരുമായിട്ട്. അങ്ങനെ പുതിയതായിട്ട് കിട്ടിയ അമ്മുവാണ് ഈ അമ്മൂസ്. ഇപ്പോൾ പിന്നെ അധികം അങ്ങനെ ആരുടെ സംസാരിച്ച് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടില്ല. കുഞ്ഞാ പോലെയാ, അധികം അങ്ങനെ മിണ്ടൂല. നമുക്ക് നോക്കിയൊക്കെ നമ്മളോട് മിണ്ടോന്ന് അറിയത്തില്ല. നമുക്ക് അറിയാലോ എന്തൊക്കെ തോന്നുന്നോ. കിടു അങ്ങ് മിണ്ടിയാ മതി കേട്ടോ ചേച്ചിയോടെ. ഒരു ബബിൾക്ക് ഒരു ബൂമർ എടുത്ത് വെച്ചായിരുന്നു അമ്മു ചേച്ചിക്ക് കൊടുക്കാൻ, അമ്മൂസിന് കൊടുക്കാനാന്നും പറഞ്ഞിട്ട്. സാറ് വേറെ മുട്ടായി മേടിക്കാം. നഷ്ടോ? ഇത്ര വലിയ വാക്കൊക്കെ നീ പറയണോ? നഷ്ടമെന്ന് വെച്ചാ എന്തുവാ? അതങ്ങ് പറഞ്ഞാ പോരായിരുന്നു ആ മുട്ടായി പോയെന്ന്. നഷ്ടം കടിച്ച്. കഴിഞ്ഞ ദിവസം ഇവനുണ്ടല്ലോ സുലോമയുടെ വഴക്കുണ്ടാക്കിയിട്ട് ഒരു ബാഗ് എടുത്ത് പാക്ക് ചെയ്ത് പോവാൻ ഇറങ്ങി വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് എന്റെ അമ്മൂന്റെ അടുത്ത് കൊണ്ടുവിടും. ഞാൻ പോവാന്ന് സുലോമയുടെ കച്ചറ ഉണ്ടാക്കിയതാ. അതായത് ഇവന് ഇരുന്ന് സുലോമയുടെ ചെവി പോയിട്ട് വിസിലൂതി. സുലോമ അതെടുത്ത് ഒറ്റ നേരെ ലൂക്ക് ആയതൊക്കെ പിടിച്ച് ഇവന് ഫീൽ ചെയ്ത്. ആണോ? എന്നിട്ട് ഇവന്റെ ഒരു ബാഗ് എടുത്ത് വെച്ച് സ്കൂളിൽ പോന്നേ, അതിൽ 2 നിക്കറും. അവൻ പോവാന്ന് നാട് വിട്ട്. ഇടയ്ക്ക് സുലോമയ്ക്കുള്ള ഈ പറച്ചില് ഞാൻ നാട് വിട്ട് പോവാന്ന്. അപ്പൊ നമുക്ക് നമ്മുടെ കുട്ടീനെ കൊടുക്കുക. കുട്ടീൻ്റെ ബാസ്ക്കറ്റിലുണ്ട്. ആദ്യം നമുക്കൊന്ന് ഇറങ്ങാം. അപ്പം ഞാൻ ഇപ്പോൾ ഷിബിനോട് ചോദിച്ചപ്പോഴും എന്നോട് പറഞ്ഞത് കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നാണ്. ആദ്യം അത് കണ്ട് മിണ്ടി നോക്കിയിട്ട് പതുക്കെ ഇതിനെപ്പറ്റി പറയാം. കിടു ചെന്ന ഉടനെ അമ്മൂസിനോട് പറയില്ല കേട്ടോ പട്ടിക്കുഞ്ഞിന്റെ കാര്യം. നീ ഉദ്ദേശിക്കുന്ന ആളല്ല അമ്മൂസെ. നമ്മളിപ്പോ ആദ്യം ഒരു അമ്മൂസിനെ കാണും. ആ അമ്മൂസിനല്ല കേട്ടോ കൊടുക്കുന്നേ. ഇല്ല ചെന്ന ഉടനെ പറയും കേട്ടോ. നമ്മളിപ്പോ പോകുന്നിടത്തല്ല കേട്ടോ. ഇപ്പൊ പോകുന്നിടത്തല്ല കേട്ടോ പട്ടിക്കുഞ്ഞിനെ കൊടുക്കുന്നേ. അവിടെ ചെന്ന് അതിനെ പറ്റി പറയേ ചെയ്യല്ലേ. പറഞ്ഞ ആ പട്ടിക്കുഞ്ഞ് നമുക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ മറ്റേ അമ്മൂസിന് എന്തോ കൊടുക്കും. അതുകൊണ്ട് ഇപ്പൊ ചെല്ലുന്ന വീട്ടിലൊന്നും പറയില്ലേ പട്ടിക്കുഞ്ഞിനെ പറ്റിയേ. നമ്മുടെ പട്ടിക്കുഞ്ഞുണ്ടോ? അത് മാറ്റിട്ട് പറ. നമ്മുടെ പട്ടിക്കുഞ്ഞുണ്ടോ? പിന്നെ അവന്റെ നഷ്ടം. എടാ അങ്ങനല്ല, നീ ഇതേപ്പറ്റി ഒന്നും പറയണ്ട. നീ ഉണ്ടെന്നും പറയണ്ട, ഇല്ലെന്നും പറയണ്ട. അത് അവിടെ പട്ടിക്കുഞ്ഞ് എവിടാ? സീതത്തോട് എവിടാ? ഇവിടെ ഉണ്ടോ? പോടാ. ഇല്ല എടാ, ഇല്ലടാ. എടാ ഇപ്പൊ അങ്ങനെയല്ല. അപ്പൊ പട്ടിക്കുഞ്ഞിനെ പറ്റി പറയുന്നവരെ മോൻ പറയാൻ പാടില്ല. പറഞ്ഞ എന്ത് പറ്റും? അങ്ങനെ അതോ അവരാരാ മോൻ? ഇവനോട് പറയില്ലെന്ന് പറഞ്ഞ കാര്യം ആദ്യം പറയും. മക്കളെ അതെന്താന്ന് വെച്ചാല് നമുക്ക് എന്തോന്നാ പറയുന്നില്ലല്ലോ പറയാൻ. അതായത് നമ്മളിപ്പൊ പോകുമ്പോ ഒരു ചേച്ചിയെ കാണും.
ദേവു ചേച്ചിയെക്കാട്ടിൽ ഒരു ചെറിയ ചേച്ചി. പക്ഷെ നമ്മൾ പറയല്ലേ പട്ടിക്കുഞ്ഞുള്ള കാര്യം. ഞാൻ പറയത്തില്ല. നീ എന്തോ പിന്നെ പറയാൻ പോന്നേ? ഞാനൊന്നും പറയത്തില്ല. വേറെ കാര്യം പറഞ്ഞാൽ മതി. ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചാൽ മതി കേട്ടോ. ആ ചേച്ചിക്ക് ഒരു പൂച്ചയുണ്ട്. ചേച്ചിയുടെ ഇല്ല മാന്തൂല്ല. ചേച്ചിയുടെ പൂച്ചയുടെ പേര് വെള്ളൻ. ആ വെള്ളൻ. നമുക്ക് ആ പൂച്ചനെ കാണാം. നമ്മൾ ശരിക്കും ഇപ്പൊ എന്തിനാ പോകുന്നത് പൂച്ച കാണാൻ? പൂച്ച ഉള്ളിടത്ത് പട്ടിക്കുഞ്ഞിനെ കാണിച്ചൂടാ. പൂച്ച മാന്തു. ആ അതുകൊണ്ട് നമ്മൾ അവിടെ പട്ടിയെ പറ്റി പറയാൻ പാടില്ല. പറയുവോ? ആ എന്തെങ്കിലും പറയണ്ടോ? നിന്റെ അഭിപ്രായത്തിൽ എങ്ങനെ അവസാനിക്കുകയോ പറയുവോ ഇല്ലയോ? താക്കോൽ ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? മരുന്ന് ഡബ്ബയില് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന്. കുഞ്ഞാനെ കളിയാക്കുന്ന അമ്മൂസ് അവിടെ പോയി ആണോ? ഷിബിന് വിടില്ല? ഷിബിൻ ഉണ്ടാ? ഇതാണ് നമ്മള് പറഞ്ഞ ആളുടെ വീട്. കണ്ടില്ല ഏസി കിടന്നോട്ടു ഞാൻ. ഇതെന്റെ ഹസ്ബൻഡ്, ഭർത്താവ്. അത് ആങ്ങളേന്റെ കുഞ്ഞ്. ഇവരിവിടെയാ, ശശിമല, പുൽപ്പള്ളി. ആ അതെ അതെ. ആ ഇതല്ലേ വെള്ളൻ. ഹലോ, എടുക്കല്ലേ കടിക്ക്. അറിയത്തില്ല മോനെ, അറിയാതെ എടുക്കണ്ട. കടിച്ചാൻ തോയും. ഹലോ വെള്ള, നിന്നെ ഇടയ്ക്ക് കാണാണ്ട് പോയിട്ട് കിട്ടിയോ? അമ്മേ പരിചയമുണ്ടോ? അതേ വരുന്നു കുഞ്ഞ. നിങ്ങൾ നാട്ടുകാരായതിൻ്റെ തോന്നുന്നു കേട്ടോ. ഇതാണ് അവൻ്റെ അവളുടെ വെള്ളൻ. നിന്നോടാണല്ലോ വാരകപ്പൊക്കെ കുഞ്ഞോ കഴി. ഇതാണ് അമ്മൂസിന്റെ വീട്. വീഡിയോയിൽ എപ്പോഴും കാണുന്ന നമ്മള്. അമ്മൂസിന്റെ കിളി. എല്ലാ വീഡിയോയിലും കാണുന്നല്ലേ. പറഞ്ഞായിരുന്നു ഈ സമയത്ത് വരുമെന്ന്. കുഴപ്പമില്ല, വരട്ടെ. നമുക്ക് കുഴപ്പമില്ല. ഫ്രിഡ്ജ് ഉണ്ടാമേ? എന്നാ ഇതങ്ങ് ഫ്രിഡ്ജ് വെച്ചോ. ഇതാണ് അമ്മൂസിന്റെ അമ്മൂമ്മ. പക്ഷെ അമ്മൂമ്മ ചെറുപ്പക്കാരി അമ്മൂമ്മയാ. ചാണകം അയ്യോ അതിനല്ല, വീട്ടിലും പശു ചാണകം ഒക്കെ തന്നെയാ. ഇങ്ങനെ തറയെന്ന് അറിഞ്ഞൂടാ. തറ ഉണ്ടാക്കുന്നേ. അവൻ കടിക്കല്ലേ? കടിക്കും മോനെ. അവൻ അറിയാമോ? നോവിക്കല്ലേ. സ്നേഹപ്രകടനത്തിലാ വെള്ളം. കാണാത്തതിനെ കൊണ്ട് കൊറേ നേരെ അതിലൊക്കെ ചുറ്റി കറങ്ങുന്നുണ്ട്. അമ്മൂസിനോട് പറഞ്ഞോ പട്ടിക്കുഞ്ഞിന്റെ കാര്യം? ഇല്ല പറഞ്ഞിട്ടില്ല. ഞാനും പറഞ്ഞായിരുന്നു ഇവനോട് പറയരുത്. പട്ടി ഇതിന് തന്നെ നിലത്തൊന്നും വെക്കുന്നൊന്നുമില്ല. നമുക്ക് അവൻ വിഷമം വന്നാ കടിക്കും, ദേഷ്യം വന്നാ എന്തെങ്കിലും ചെയ്യും. എടുത്തതാ. അതല്ല, ഇവന് ഈ പട്ടി പൂച്ച ഒന്നിനും പേടിയില്ല. വീട്ടില് പട്ടിക്കകത്ത് കിടന്ന് വരുന്നതല്ലേ. അതുകൊണ്ട് എവിടെ പൂച്ച കണ്ടാലും പോയി കെട്ടിപ്പിടിച്ചങ്ങ് എടുക്കും. എടുക്കല്ല കേട്ടോ. അമ്മൂന്റെ അടുത്തുള്ള മറ്റേ അവന്റെ അമ്മയുടെ ഒരു അമ്മുവാ. അതിന്റെ മലപ്പുറത്തെ മറ്റേ പൂച്ച അല്ലത്. ആഹാ, സുഖമായിട്ടിരുന്ന് ഉറങ്ങുകയാണോ? രസമുണ്ടോ? ഇത് ഷിബിൻ. ഷിബിനെ എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ഷിബിനെക്കാട്ടിൽ എനിക്കൊന്ന് അമ്മൂസിനായിരിക്കും എല്ലാവർക്കും അറിയാവുന്നത്. എവിടെ അമ്മുണ്ടോ ഞങ്ങൾ അവിടെ അല്ലേ, നമ്മൾ അവിടെ എത്തിയിരിക്കും. ഞാൻ മാർച്ച് 23-നാണ് ഷിബിന് മെസ്സേജ് ഇടുന്നത്. മെസ്സേജ് അങ്ങനെ ചില ആൾക്കാർ ഇമ്പോർട്ടന്റ് മെസ്സേജ് കോൾ ചെയ്യുമ്പോ അത് കണ്ട കഴിഞ്ഞ് വെള്ളനെ കണ്ടില്ലെന്ന് പറഞ്ഞപ്പോ അവിടെ വന്ന് കമന്റ് ആയിട്ട്, അയ്യോ വെള്ളനെ കാണാനായിട്ട് പനി വരെ പിടിച്ച് മൂപ്പത്തി വേർത്ത് എന്തെല്ലോ ആയിട്ട് ഞാൻ എങ്ങോട്ടാ പോയി. വേഗം വല്ലാണ്ട് പനിക്കുന്നുണ്ട് വെള്ളനെ കാണാത്ത.
ഇനി വന്നിട്ട് വേഗം നമുക്ക് കോഴി ഫാമാ. ശബരിമലക്ക് എടുത്താ ഗവിയില്ലേ? ശബരിമല എടുത്തോ? ഗവിക്ക് പോവാന് ഗവി നമ്മളെ പഞ്ചായത്താ. കുമ്പെടുത്താ എനിക്ക് പോന്നാ മതി. ശബരിമല ഇപ്രാവശ്യം 2 പ്രാവശ്യം വന്നു. സമയം കിട്ടുവാണെങ്കിൽ ജൂൺ മാസം നോക്കി ഞങ്ങളുടെ നാട്ടിലിറങ്ങണം. ഞങ്ങളുടെ നാടിന്റെ ഭംഗി കാണണമെങ്കിൽ ജൂണിലെ ജൂണില്ല വന്നു കഴിഞ്ഞാൽ കൊതിതീരെ ഏറ്റവും പറയാം റംബൂട്ടാൻ തന്നുവിടാം. അങ്ങോട്ട് റംബൂട്ടാൻ കൊണ്ടുണ്ട്. ഞങ്ങളുടെ ഏരിയ ഞങ്ങളുടെ അവിടെ റംബൂട്ടാൻ കൊണ്ടുവരാന്നിട്ട് അത്രയും കൊണ്ടുവന്നു പറിച്ചു തരാം. വീട്ടിലാണ് എവിടെയെങ്കിലും വല്ല കണ്ടുപരിചയം ഉണ്ടോ? ഉണ്ടോ? കണ്ടിട്ടില്ല ആലോചിച്ച് നോക്കി എവിടെയെങ്കിലും. കണ്ടിട്ടില്ല. നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. നീ അന്ന് കൊച്ചായിരുന്നു ഇങ്ങനെ ഓടി നടക്കുന്നു. അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഓർമ്മയിലൊന്ന് ഓർത്ത് നോക്കിയേ. അന്ന് വന്നാ പറഞ്ഞു ഇനിയും വരുമ്പോ പൂച്ചയെ തരാമെന്ന് പറഞ്ഞത് എനിക്ക്. എടുത്ത് നടന്നിട്ട് അല്ല എന്നോട് വെള്ളം എനിക്ക് തരാമെന്ന് ഞാൻ ഇവന് കൊടുക്കാൻ വേണ്ടി വന്ന എന്നോട് പറഞ്ഞില്ലായിരുന്നോ? ഇവൻ കുഞ്ഞതാ വലുതാകുമ്പോ ഞാൻ ഉള്ളത് കാര്യമായിട്ട് എടുത്ത് ചുമ്മാ പറയണ. വെള്ളം ഒന്നും എടുക്കൂല. വെള്ളം എന്ത് ചെയ്യേ? അമ്മൂസ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. വർത്താനം പറയൂ. എല്ലാരും പറഞ്ഞ അമ്മൂസ് വർത്താനം പറയൂല. ഇത് അമ്മയാട്ടോ മുസ്ലിം. വർത്താനം പറയാമെങ്കിൽ ഒരു സാധനം തരട്ടെ. ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. ഇഷ്ടമല്ലായിരിക്കും. ഇഷ്ടപ്പെടുവോന്ന് അറിയത്തില്ല. കിട്ടുകൊടുത്തു വേണ്ട കിടു വേണ്ട. കിടു അലമ്പന. ഇപ്പൊ പറയില്ല. നമ്മൾ മറ്റേ കാര്യം രഹസ്യമല്ലേ പറയത്തില്ലല്ലോ. ഇഷ്ടമല്ല. ഇഷ്ടപ്പെടത്തില്ല. കൊള്ളത്തില്ല. ഇഷ്ടപ്പെടുവോന്ന് അറിയത്തില്ല. മിണ്ടല്ലേ. നമുക്ക് രഹസ്യമായിട്ട് ചേച്ചിയോട് പറയാനുള്ളതാ. എന്തെങ്കിലും ഇഷ്ടമുള്ള അപ്പൊ അതങ്ങ് ഊരിക്കും. ഇഷ്ടമുള്ള 1-2 സാധനത്തിന്റെ പേര് പറഞ്ഞേ. എന്തെങ്കിലും ഇത് പറഞ്ഞോടുക്ക്. എന്ത് ഇഷ്ടം? അമ്മൂസിന് എന്തെങ്കിലും വേണമെന്ന് തോന്നുന്നുണ്ടോ? ഒന്നും വേണ്ട. ഇതിനതാ എന്നോടെങ്ങാനും ചോദിക്കണമായിരുന്നു. എന്തെങ്കിലും കൊള്ളാത്ത ഒരു സാധനം വലിയ ഇഷ്ടം പാനല്ലോ കാണുമെന്ന് അറിയത്തില്ല. കൊറേ ദിവസത്തിന് അമ്മൂസിന് സാധനം എടുത്ത് വെച്ചേക്കുക. ഞങ്ങളുടെ വീട്ടിലത് കൊറേയുണ്ട്. മറുപടി തന്നിട്ട് വേണ്ടേ കൊണ്ടുവരണോ വേണ്ടെന്ന് പറയാം. ഞാൻ അങ്ങ് നിങ്ങൾ ശബരിമലയ്ക്ക് വന്നില്ലേ? അവിടെ നിന്ന് വരിക. അത്രയും ദൂരെ അമ്മൂസിന് സാധനം എന്താ നോക്ക്. കണ്ണടച്ചിരിക്കണേ. നോക്കുന്നോ? കൈ ഇങ്ങനെ പിടിക്കണേ. കടിച്ച പേടിയുണ്ടോ? സിംഹം ആന പേടിയുണ്ടോ? പിടിക്കേ പേടിക്കണ്ട. ഇഷ്ടപ്പെട്ടോ? ഒരു പേരിട്ടെ. നല്ലൊരു പേരിട്ടെ. പെണ്ണ അല്ല അവളിപ്പോ ഇടും പേര്. ഇപ്പൊ പേര് വരും. ഇത് ഒത്തിരി മുടി വളരും. അമ്മൂസിനെ പോലെ മുടി വളരും. മുടിയൊക്കെ ഇങ്ങനെ കെട്ടി കൊടുക്കാം. ഇഷ്ടപ്പെട്ടോ? എന്നും ചീകി കൊടുക്കണം. ഇഷ്ടപ്പെട്ടു പറ. താങ്ക്സ് പറ. ഇങ്ങോട്ട് വാ. ഒരു പേരിട്ടേന്. പേരിപ്പോ പറയാം. അത് എന്നെ ഒന്ന് കാണട്ടെന്നല്ലേ. ഇഷ്ടപ്പെട്ടല്ലേ? ഇത് വെള്ളനീര് കൊണ്ടോട്ടല്ലേ? അത് തരും. വെള്ളനീര് കൊണ്ടോയിക്കോട്ടല്ലേ? വെള്ളം ഇവിടെ ഇരുന്നോട്ടെ. വെള്ളം തന്നെ അടിക്കാണ്ട് നോക്കണം. ഇവിടെ കേട്ടോ പെങ്കൊച്ച. വെള്ളം ഉപദ്രവിക്കോ? ചിലപ്പോ അടിക്കും. അറിയത്തില്ല. ആദ്യം ഒരു കുശുമ്പൊക്കെ കാണുമായിരിക്കും. താത്ത് വെച്ച് നോക്കിയേ. നേരത്തെ വെച്ചോക്ക്. പേരിട്ടാലേ വിളിക്കുന്നുള്ളൂ. അധികം കുളിപ്പിക്കല്ലോ. എന്നും കുളിപ്പിക്കല്ലേ. എന്നൊന്നും കുളിപ്പിക്കല്ലേ. ആദ്യം ഇവരുടെ ഒരു ആശുപത്രി കൊണ്ട് കാണിച്ചിട്ട് ഫുഡ് എന്ത് കൊടുത്താൽ നമ്മള് അല്ല ഇപ്പൊ വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോ. പെറ്റ് ഫുഡ് കൊടുത്ത് തുടങ്ങിക്കോ. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നൊക്കെ കൊടുത്താൽ. ഇപ്പൊ ഒറ്റ കുഞ്ഞേ ഉണ്ടായിട്ടുള്ളൂ. ആ ഒരേ ഒരു കുഞ്ഞാണിത്. ഇതിന്റെ കൂടെ ഉള്ളതിനാ ബാക്കി. ഇതിന്റെ അമ്മയുടെ പേര് ജാനു. ഇതിന്റെ അമ്മയുടെ പേര് ജാനു എന്നാ. നീ നല്ലൊരു പേരിട്ടേന്. അവൾ ആലോചിച്ച് പേരിട്ടുള്ളൂ. ഇപ്പൊ തന്നെ പേരാ കിട്ടും. അവൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അവരോട് ചോദിക്കും ഒരു പേര് സജസ്റ്റ് ചെയ്യാൻ. അപ്പൊ അവര് പറയും എന്താണ് പേര്. ഇഷ്ടപ്പെട്ടോ? നല്ല മുടിയാവും. നിറച്ച് മുടിയായിട്ട് നമുക്ക് മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെക്കാം. ഞാനൊരു ഫോട്ടോ കാണിച്ചു കൊടുക്കാം. 2 സൈഡിൽ ഇങ്ങനെ മുടി കുത്തി വെക്കാം. ക്ലിപ്പ് ഇട്ട് കൊടുക്കാം. ഇത്ര വളരുള്ളൂ. നിന്റെ പൂച്ചേന്റെ അത്രയും വളരൂല. അത്രയും വളരുള്ളൂ. അതിപ്പോൾ വളരൂല. ഷിറ്റ്സു തീരെ ചെറുതാണ്. ചെറിയ ബ്രീഡാ. നമ്മളെ വീട്ടിലൊക്കെ ഇട്ട് വളർത്തുന്ന കൂട്ട്. എപ്പോഴും എടുത്ത് കുളിപ്പിക്കൊന്നും ചെയ്യണ്ട കേട്ടോ. അതിലെ മുടി ചീകി കൊടുക്കണം. അതിന്റെ മുടി കെട്ട് വീഴും. ഇവരുടെ ചീപ്പ് കിട്ടും. എത്ര മാസമായി? 45. ഇത് മറ്റേ വാക്സിൻ എടുക്കണ്ടേ? എടുക്കണം. ഫസ്റ്റ് വാക്സിൻ എടുക്കണം. ആദ്യം ഒന്ന് ഡോക്ടറെ കൊണ്ടൊന്ന് കാണിച്ചിട്ട് എന്തെങ്കിലും ടോണിക്കോ എന്തെങ്കിലും കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അവരാദ്യം പറയും. അതനുസരിച്ച് എന്തിനാണ്
സമാധാനായില്ലേ? ഇനി ഇങ്ങോട്ട് അങ്ങോട്ട് പോലെ ഉറങ്ങിട്ടില്ല. പട്ടിക്കുട്ടിയോ പട്ടിക്കുട്ടി പട്ടിക്കുട്ടിയോ എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വാ അതിനും നോക്കുന്നു. വെള്ളം നമ്മൾ കാണിച്ചു കൊടുത്താലോ? വെള്ളം എടുത്തിട്ടേ വെള്ളം മക്കളെ ആ ഒച്ചപ്പാടം നിർത്തിക്കേടു. നീ ആരല്ലോ ഇത്ര നേരം കച്ചറ സൗണ്ട് ഉണ്ടാക്കി കൊണ്ടിരുന്നേ? ഇതിനാരാ വെള്ളം വരട്ടെ? അതവിടെ തന്നെ എനിക്ക് വെള്ളം ഞാനാ ആണോ? അത് വെള്ളൻ. അപ്പൊ നീ ആരാ? ഇവിടുത്തെ ട്രഡീഷണൽ പേരുകളാണ്. ആണോ? ഇത് വെള്ളന്റെ വാല് നോക്കി. അമ്മ കുഞ്ഞ് ഇതാരാ നോക്കി? വെള്ള വെള്ളനെ വെള്ളനെ കാണുന്നില്ല. അതേ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കടാ. ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കടാ. അതില്ല വെള്ളൻ ഇങ്ങോട്ട് നോക്കിയേ. ഹലോ ഇതാരാ? വെള്ളന് ഉറക്ക ക്ഷീണം രാത്രി മൊത്തം മൂക്ക് ചെറുക്കണം കേട്ടോ. മണം പിടിക്കാം. മുഖം മാറി അവിടെ കൊടുക്ക വെള്ളം. മുഖം മാറി നോക്കിയത് ദൈവമേ എനിക്ക് കിട്ടും. അവിടെ കൊടുക്കണേ. നിക്ക് അവൻ വേണം. രണ്ടിലേം കൂടെ അങ്ങനെ എടുക്കുന്നേ. ചെറിയൊരു ഇതില്ല, അത് കുഴപ്പമില്ല, മാറിക്കോളും. സാരമില്ല. വെള്ളനാണ് എപ്പോഴും ഒന്നാമത് വെള്ളനാ, പിന്നെ ഉള്ളത്. വിഷമിക്കല്ലേ കൂട്ടുകാരായിട്ട്. ഓ നിങ്ങൾ സെയിൽ ചെയ്യുന്നല്ലേ? സെയിലില്ല. ആദ്യമായിട്ടാണ് സെയിൽ ചെയ്യുന്ന കാര്യത്തിൽ ഇട്ടത്. നമുക്ക് സെയിലിങ് എങ്ങനെ മോനെ അത് വെച്ച് ഒച്ച ഉണ്ടാക്കല്ലേ ഇപ്പൊ. ശീലിപ്പിക്കണേ. പതുക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടോളൂ. ഒറ്റക്കിന്റെ അടുത്ത് വെച്ചിട്ട് പോലെ കേട്ടോ. ചിലപ്പോ എന്തെങ്കിലും ചെയ്യും കുറച്ച് ദിവസത്തേക്ക്, പിന്നെ അവരങ്ങ് ഇതായിക്കോളും. വെള്ളം മടുത്തു, ജീവിതം മടുത്തു. മിക്കവാറും ഇന്ന് ഒന്നുകൂടെ പോകാം കേട്ടോ. പുറപ്പെട്ടു പോകും. പിടിച്ചു വെച്ചോ. അല്ലെങ്കിൽ രാത്രി സർക്കിട്ട് കുറച്ച് കൂടുതലാ. ഇഷ്ടപ്പെട്ടല്ലേ? ഇഷ്ടപ്പെടാതിരിക്കും അല്ലേ? ഇവളുടെ അമ്മയ്ക്ക് ഒറ്റ കുട്ടീനെ ഉണ്ടായിട്ടുള്ളൂ. ഇതിന്റെ അമ്മയ്ക്ക് ആ ഒറ്റ കുട്ടിയായത്. രണ്ടുപേരും ഒരേ ദിവസം നമ്മൾ വീഡിയോ ഇട്ട് ഇതിന്റെ അതായത് ഇവരുടെ 2 പെൺപിള്ള പട്ടികൾ ഒരുമിച്ച് പ്രസവിച്ച് കിടന്നേ. നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിരുന്നയാ. ബാക്കിയൊക്കെ ബ്ലാക്കാ. ഇത് ട്രൈക്കോട്ടാ. ബ്രൗണും വൈറ്റും ബ്ലാക്കും ഉണ്ട്. എന്റെ അമ്മ 2 കളറാ. വാക്സിൻ ഒക്കെ കറക്റ്റ് എടുത്താൽ മതി. അങ്ങനെ കടത്തിയാ ഭയങ്കര ഇഷ്ടം. അങ്ങനെ കടത്തോളൂ. പട്ടി കിട്ടിയെന്ന് അറിഞ്ഞായിരുന്നോ? അല്ല ഇവൻ പറഞ്ഞേ നാളെ നമുക്ക് അമ്മനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ. അല്ല ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല പറഞ്ഞേ. വരുന്നില്ല. ഞാൻ പറഞ്ഞാളെ മറ്റേ പെറ്റിന്റെ ഷോപ്പ് ഉണ്ട്, കാണിച്ചു തരാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോയതാ. അതുകൊണ്ട് മാത്രം വന്നയാ ഹോസ്പിറ്റലിലേക്ക്. ഇല്ലെങ്കിൽ വരില്ല. വീട്ടിൽ വന്നാൽ മതി. വീട്ടിൽ എത്ര പട്ടിയോടെന്ന് പറയും വീട്ടിൽ? എപ്പോഴെങ്കിലും നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ എന്നെ തന്നെ വിളിക്കണം. അല്ല എനിക്കറിയാം, പറയാൻ പറ്റില്ലല്ലോ. അലർജിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം വരികയാണെങ്കിൽ, പൂച്ചയുടെ ശല്യം ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ തന്നെ വിളിക്കണം. പാല് കുടിച്ചോളൂ. അല്ല, പാത്രത്തിലാക്കി കുടിച്ചോളൂ. ഇച്ചിരി പാർലേജിയുടെ ബിസ്ക്കറ്റ്. ഡോക്ടറിനെ കാണാമെങ്കിൽ ഡോക്ടർ പറയുന്നത് ഫുഡ് കൊടുക്കണമെന്നുള്ളത്. ഇപ്പൊ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ക്യാരറ്റ് പുഴുങ്ങിയതോ മുട്ട പുഴുങ്ങിയതോ ഒക്കെ കൊടുത്തു തുടങ്ങിയാല് കുഴപ്പമില്ല. എനിക്ക് ക്യാറ്റ് ഫുഡ് എപ്പോഴും മേടിക്കണം. ചോറൊന്നും കഴിക്കൂല. നമ്മള് ശീലിപ്പിക്കുന്ന ഇപ്പൊ വീഡിയോ കാണുന്ന കുറെ പേര് പറയും അങ്ങനെയല്ല, പെറ്റ് ഫുഡ് കൊടുക്കണം, അല്ല ഫുഡ് കൊടുക്കണം എന്നൊക്കെ പറയും. പക്ഷെ ഡോക്ടറെ കണ്ടെന്ന് ചോദിച്ചു നോക്ക്. പെറ്റ് ഫുഡ് കൊടുക്കാൻ പറഞ്ഞ നമ്മുടെ സാഹചര്യം പോലെ, നമ്മളെ സാഹചര്യം പോലെ. ഇല്ല കുഴപ്പമില്ല. അതങ്ങനെ ഭയങ്കര ഇഷ്ടം. നമ്മളെന്ത് പഠിപ്പിച്ചു കൊടുത്താൽ അതുപോലെ പഠിക്കും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ. ഞാൻ വീട്ടിലുള്ളവരെ ഉടുപ്പിടിച്ച് തന്നെയാണ് നടത്തല്. മുടിയൊക്കെ കെട്ടി വൈഫുണ്ട്. അവള് അത് അമ്മുവാ. തന്നെ കഴിഞ്ഞ പട്ടിന്ന് പറഞ്ഞ നേരെ പിടിച്ച് എന്തൊക്കെ ചെയ്യൊക്കെ ചെയ്യും. എനിക്കൊന്ന് വെള്ളം ഇത് സഹിക്കാനാകത്തോണ്ട് പോയത്. വെള്ളം പുറപ്പെട്ടു പോകുന്നു. ഇന്ന് ഉറപ്പാ പോകും. ഇന്ന് രാത്രി പോകും. ഇന്ന് അവനൊരു കാരണമുണ്ട് പോവാൻ. തോലി എത്തിയിട്ട് ചെറിയ പീസാക്കി വേണ്ട, കുഴപ്പമില്ല. വീഡിയോ കാണാത്തോണ്ടായിരുന്നു നമ്മളെ അറിയാത്ത. ഞങ്ങളെ ഇതേ ഇതില്ല, അല്ലാതെ ഫോർമാലിറ്റിയുടെ കാര്യമില്ല. വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. നമ്മോട് ആരെങ്കിലും വന്നാലും അതുപോലെ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഈ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളവരാ. നമുക്ക് അങ്ങനെ നമ്മൾ കാണാത്തോണ്ട് അത് ജസ്റ്റ് കാണുമ്പോൾ പ്രത്യേകിച്ച് നീ അമ്മൂസിനെ കാണണമെന്നൊക്കെ പറഞ്ഞു വന്നിട്ട് എന്തിയേ? രാവിലെ തൊട്ടൊരു ബൂമറും കൊണ്ട് നടക്കുന്നുണ്ട് അമ്മൂസിന് കൊടുക്കുന്നത്. ആരുടെ അമ്മൂസ്? അതാ ചേച്ചിയാന്ന്. ഡിക്കിയാക്കി നോക്കി വളർത്തി. എനിക്കൊന്നും അല്ലെങ്കിൽ എന്നും കാണാമല്ലോ വീഡിയോ വഴി കൊച്ചിനെ. ഇതിന്റെ കൂടെ വീഡിയോ ഇടുമ്പോ ചിരിക്കണം, പിണങ്ങിയിരിക്കല്ലേ, വർത്താനൊക്കെ പറയാം. ഇത്രയും നേരമായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് സംസാരിച്ചോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെന്ന് പറ. എന്റെ സൗണ്ട് ഒന്ന് കേൾക്കാൻ വേണ്ടിട്ടാ. ഇഷ്ടപ്പെട്ടോ?
ഇഷ്ടമൊന്നുമല്ല, ഇഷ്ടപ്പെട്ടെന്ന് പറ. ആന്ന് പറഞ്ഞോടുക്കേ. ഞങ്ങളുടെ വീട്ടിൽ കുറെ ഫ്രൂട്ട്സ് ഉണ്ട്. വന്നു കഴിഞ്ഞാൽ കുറെ ഫ്രൂട്ട്സ് കഴിക്കാം. ഇവിടെ റംബൂട്ടാൻ നിങ്ങൾ വില കൊടുത്തല്ലേ മേടിക്കണേ. ഞങ്ങളുടെ പറമ്പിൽ റംബൂട്ടാന്റെ മരമുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. വീഡിയോ കൊണ്ട് നോക്കിയാൽ മതി. റംബൂട്ടാനുണ്ട്, പുളിയുണ്ട്, ചാമ്പയ്ക്ക ഉണ്ട്. ഇവിടെ പിന്നെ മാങ്ങ പറഞ്ഞിട്ട് കാര്യമില്ല. കാലാവസ്ഥ മാറിയതിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന് അറിയത്തില്ല. ഇത്രയും മണിക്കൂർ AC ഇരുന്ന് വന്നതല്ലേ, അപ്പൊ അധികം താമസിക്കാണ്ട് ഒന്ന് ഡോക്ടറെ ഒന്ന് കാണിച്ചു കേട്ടോ. കാരണം ജലദോഷം എന്തെങ്കിലും വരെ AC തന്നെ കൊണ്ടുവന്നുണ്ട് കാണും, ബുദ്ധിമുട്ട് കാണും. നോക്കിക്കോളൂല്ലോ. ഡോക്ടറാ വേണ്ട, കുളിപ്പിക്കലോ. അമ്മു ചേച്ചി, മാമൻ എല്ലാരും ആയി. ഇടയ്ക്ക് എന്തെങ്കിലും നനച്ച് തുടച്ചു വിട്ടാൽ അത് ഒരു 5-6 ദിവസം കൂടും മാത്രം. ഇച്ചിരി വലുതാകാതെ വെള്ളം കോരി പൂച്ച കുളിപ്പിക്കുന്ന അല്ല, ഡോക്ടർ പറയും. അല്ല, അവര് കുളിപ്പിച്ചു തരും. അല്ല, ഇവിടെ ചിലപ്പോ കുളിപ്പിലൊക്കെ തുടങ്ങിയാലോ അത്യാവശ്യം ചെലവുണ്ട് ഈ സാധനം. കുളിപ്പിക്കും, അതെനിക്കറിയാവുന്നതാണ്. വെള്ളനെ കുളിപ്പിക്കും. പെറ്റ്സിന്റെ വൈപ്സ് കിട്ടും, വെറ്റ് വൈപ്സ്. അത് മേടിച്ചൊരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് തുടച്ചു കൊടുത്തു. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങോട്ട് ചെളിയിലൊരു പോക്ക് പോയിട്ട് ഒരു വരവുണ്ട് മഴക്കാലത്ത്. അതാ നമുക്ക് പണി. 4 കാലിലും മണ്ണും തേച്ചോണ്ടൊരു വരവുണ്ട്. അങ്ങനെയൊന്നും വിടുന്നില്ല ഞങ്ങള്. അല്ല, മുറ്റത്തൊക്കെ ഇറക്കി മൂത്രം ഒഴിപ്പിച്ച് ശീലിപ്പിച്ചാ പിന്നെ ഒരു കുഴപ്പമില്ല. പിന്നെ അകത്തൊന്നും നമ്മൾ ആദ്യം ശീലിപ്പിക്കുന്ന പോലെ. 9-ാം തീയതി അവർക്ക് പരിപാടിയാ, മത്സരം, ഡാൻസ്. ഡാൻസ് കൈകൊട്ടി കണ്ടിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് എവിടെയും. പൂച്ച കിടക്കുമ്പോഴേക്കടി മലപ്രയാസം വെള്ളന്റെ ഫാൻസ് അല്ലേ? മലപ്രയാസം കയ്യിലിരിക്കല്ലേ. ഇവിടെ അങ്ങനെ പുറത്ത് താത്തി ഇവിടെ വെച്ചോ. നമ്മൾ കയ്യിൽ വെച്ചോണ്ടിരിക്കുന്നുണ്ട്. ഈ താഴെ വെക്കുമ്പോ പേരെന്താണ്? പേര് പറ കേക്കട്ടെ. എന്നാ പേര് ആലോചിച്ചോ? നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടല്ലേ? എന്നാലും നല്ല പഠിച്ചു കഴിഞ്ഞാൽ വെള്ളന് ഡിപ്രഷൻ. അവനെ കൂടെ നോക്കണേ. മലപ്രയാസം അടിക്കാൻ നോക്കണം കേട്ടോ. ഒരു 10 ദിവസം അവൻ ഇന്ന് പോകാനൊരു കാരണവും കൂടായി. ഇറങ്ങിപ്പോലെ. ഇങ്ങനെയൊന്നും വെച്ചിട്ട് പോകണ്ടേ, ഇത് മുഖം കൊണ്ട് താഴെ കിടക്കും. വെള്ളനെ വേണ്ട, എനിക്ക് ഇനി ആരുടെ സ്നേഹം വേണ്ടെന്ന്. അമ്മ വെള്ളമില്ല, അമ്മ കുറച്ച് വെള്ളം കുടിക്കും. മതി മതി മതി, ഇനി വേണോ? ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ. എങ്ങനെയോ ഓ, നിങ്ങള് ഇറങ്ങുമ്പോ വീട്ടിലോട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. പക്ഷെ എന്തായാലും ഒന്ന് ഡോക്ടറെ കാണിച്ചു. അത്രയാവുള്ളല്ലേ? പൂച്ചന്റെ അത്രയാവില്ല, ഏകദേശം ഒരു അതെയാ? അത്രയാവുള്ളൂ. ഭയങ്കര മനപ്രയാസമാണ്. മറ്റേ വേറെ എടുക്കാം. പിള്ളേരെക്കാളും കഷ്ടമാണ്. കാണാണ്ടൊക്കെ ഇരിക്കാൻ പറ്റൂല. പിള്ളേരെ നമ്മള് ഇണങ്ങി കഴിഞ്ഞാലേ എന്നെ കണ്ടില്ലെങ്കിൽ ഫുഡ് കഴിക്കലോ അടുത്ത് വേറെ ആരും ഇരിക്കുന്നതും ഭയങ്കര അമ്മായിമ്മ പോലും അല്ല. കരയുടെ ദേഷ്യം. ഞങ്ങൾ ബെഡ്ഷീറ്റ് എടുത്ത് തലേ കൂടെ ചുറ്റും. എന്നിട്ട് അടുത്ത് മാറ്റി വെക്കുന്നത് ഒരെണ്ണം മതി. നമ്മളെ കാണാൻ പത്തനംതിട്ട വന്നേട്ടാ, വയനാട്ടിലേക്ക്. ഇവര് നമ്മളെ അമ്മൂസിന് ചെറിയൊരു ഗിഫ്റ്റും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ഞാൻ കാണിച്ചു ചേട്ടാ. പറഞ്ഞു കൊടുത്തേ. വീട്ടിൽ കൊണ്ടല്ലേ ഇടൂ ചേച്ചി. ഞാൻ കൈമാറിയിരിക്കുന്നത് ഇതെന്റെ കൊച്ചുമോൾ, എന്റെ മോളുടെ മോളാണ്. പുതിയ വീട്, പുതിയ സെറ്റപ്പ്. അതെ, കുത്തക്കേടൊന്നും കാണിച്ചു വീട്ടുകാരെ പറയിപ്പിക്കല്ലേ കേട്ടോ. നല്ല മോളായിട്ട് വളരെ ഇവിടെ എപ്പോഴാ വരുന്ന പറഞ്ഞു കൊടുത്തേ. എനിക്ക് വരണം കേട്ടോ. പിന്നില്ലേ ഇങ്ങനത്തെ ബോക്സ് ഉണ്ട്, ഇതിൽ വെച്ചാൽ മതി ഇവിടെ. ബോക്സ് ഉണ്ട്. അതിനിവിടെ താത്തി വെച്ചിട്ടുണ്ട് ബോക്സുള്ളത്. എവിടെ ഇതിനായിട്ട് ഉറക്കണേ? ഇതിന്റെ അമ്മ എന്റെ കൂടെ കിടന്നുറങ്ങാറ്. നീയും അങ്ങനെ തന്നെ വളരണമെന്നാണ് എന്റെ ആഗ്രഹം. നടിച്ചു കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനില്ലാണ്ട് പറ്റില്ല. അങ്ങനെ വേണം. അവനെ കൂടെ നോക്കിയോട്ടോ. സങ്കടപ്പെടും. വെള്ളം അല്ലേലെ ഡിപ്രഷനില്ല. അവൻ നാട് വിട്ട് പോകാനുള്ള പ്ലാനിങ്ങില്ല. അയ്യോ, അതെടുത്തു. അവന്റെ കളിപ്പാട്ടം ഇട്ട് വെക്കുന്ന പെട്ടിയാ. അവന്റെ കളിപ്പാട്ടം ഇട്ട് വെക്കുന്ന പെട്ടിയാ. അതാ പുള്ളി അതൊക്കെ പൊക്കിയേ. അത് വെള്ളം പിന്നെ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ടോ നോക്കുന്ന. വെള്ളനെ കൊണ്ടുപോയാലോ? ഒരാഴ്ച വെള്ളനെ കൊണ്ടുപോട്ടെ. വെള്ളം വിളിച്ചടി. അവളില്ലയോ? അവളെ കൈ കടത്തില്ലയോ? അതാ എന്റെ കാര്യം. ചേച്ചി എടുത്തോട്ടെ, മോനപ്പോ പറഞ്ഞു. കൊണ്ടേക്കോട്ടെ. ഇന്നത്തെ ദിവസം അവളെന്നും കൊടുക്കുന്നു. അവളമ്മ പറഞ്ഞു. ഇവിടെ അടുത്തേക്ക് ഇഷ്ടപ്പെട്ടോ? ഓ ചിരിച്ചേ, നാണം വന്നു പോയാ. അപ്പൊ സന്തോഷത്തോടെ നമ്മള് നമ്മുടെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട്
പോവാണ്. മോളുടെ കുടുംബം, അമ്മൂസിൻ്റെ കുടുംബം അതിനെ പൊന്നുപോലെ നോക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്, 100% ഉറപ്പാണ്. അപ്പോൾ അത് നോക്കാൻ പറ്റിയ ആൾക്കാരിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പറഞ്ഞിട്ടുണ്ട് നമ്മൾ പെറ്റ്സിൻ്റെ ഡോക്ടറെ ഒന്ന്, വെറ്റിനറി ഡോക്ടറിനെ ഒന്ന് കാണിക്കണം, പെറ്റ് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ റെഫർ ചെയ്യുക. നമ്മുടെ സാഹചര്യം പോലെ നമ്മളൊന്നിനും നിർബന്ധം പിടിക്കലില്ല, നമ്മുടെ വീട്ടിലെ കാര്യം അറിയാമല്ലോ. അപ്പോൾ അത് അവർ വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. ഇനി ഇടയ്ക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ. നമുക്കിപ്പോൾ സന്തോഷത്തോടു കൂടി ഞങ്ങളപ്പോൾ എന്തെങ്കിലും ജൂൺ മാസത്തില് റംബൂട്ടാനും കൊണ്ടുവരുമോ? അതെ, ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മളിനി ജൂൺ മാസം ഇവിടെയൊക്കെ റംബൂട്ടാൻ കിട്ടൽ കുറവാണ്, നല്ല വിലയാണ്. നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഇല്ലെങ്കിൽ റംബൂട്ടാൻ പോത്ത് വരത്തിരുന്ന റംബൂട്ടാനല്ലേ, പേരയ്ക്ക പോലെ. അപ്പോൾ നമുക്ക് ഇനി റംബൂട്ടാനൊക്കെ ആവുന്ന സമയത്ത് ഇടയ്ക്ക് വരാം, മൂസിനെയും കണ്ട് നമ്മുടെ മോളെയും കൂടെ കാണാമല്ലോ. അവർ പേരിടുമ്പോൾ നമുക്കറിയാം എന്താ പേരെന്നുള്ളത്. അപ്പോൾ ടാറ്റാ.